മൂന്നാറിൽ അക്രമാസക്തമായി പടയപ്പ 2 കാറുകൾ ആക്രമിച്ച കാട്ടാന യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തു. മൂന്നാർ കല്ലാർ റോഡിലാണ് പടയപ്പ ഇറങ്ങിയത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. அவன் யாருண்ணே? அவன் அண்ணே வராது புளி மரம். போ ஏய் போ ஏய் போன்னு சொன்னா கேளு. வா வா வாடா பாய். രാഹുൽ വിജയനുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഈ പടയപ്പയുടെ അടുത്തേക്ക് പോയി പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഇത് അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണോ രാഹുൽ? ഉന്മേഷ്, ഇത് പ്രധാനമായും പടയപ്പയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നാർ മാർത്തോമ പള്ളി ഇടവക വികാരി ആയിട്ടുള്ള ടിറ്റോ റെജി, അതുപോലെ തന്നെ മൂന്നാർ സന്ദർശിക്കാൻ എത്തിയ കോന്നി കല്ലേലി മാർത്തോമ പള്ളി ഇടവക വികാരി രാജീവ് ഡാനിയൽ, ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റാളുകൾ എന്നിവരാണ് ഈ പടയപ്പയുടെ മുൻപിൽ പെട്ടത്. നമുക്കറിയാം, ഈ കല്ലാർ മാലിന്യ പ്ലാന്റിന് സമീപത്താണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി പടയപ്പ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ വഴിയിൽ സ്ഥിരമായി കാട്ടാന ഉള്ളതാണ് എന്നുള്ള കാര്യവും കൃത്യമായിട്ട് ഇവർക്ക് അറിയാവുന്നതായിരിക്കണം. എങ്കിൽ കൂടിയും ഇവർ 2 കാറിലായി ആ വഴിയിൽ പോകുമ്പോൾ പടയപ്പയുടെ മുന്നിൽ പെടുകയായിരുന്നു. ഉടൻ തന്നെ 2 കാറുകൾ നിർത്തി ഇവർ പുറത്തേക്ക് ഇറങ്ങി മാറാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഈ വഴി തടസ്സം ഉണ്ടായതുകൊണ്ടായിരിക്കണം ആന ആ 2 കാറുകളും മറികടന്ന് ഇവരുടെ അടുത്തേക്ക് വരികയായിരുന്നു. ആ കാറ് മറികടന്ന് വരുന്നതിനിടയിലാണ് കാറിന് കേടുപാട് സംഭവിച്ചു. പിന്നീട് അതിലെ എത്തിയ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അതിലെത്തിയ നാട്ടുകാരും ചേർന്ന് ആനയെ ബഹളം വെച്ച് മറ്റു വഴിയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ കല്ലാർ മാലിന്യ പ്ലാന്റിലേക്ക് പോകുന്ന വഴിയാണ്. ആന ആ ഭാഗത്തേക്ക് പിന്നീട് പോയതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും അക്രമാസക്തനാകുന്ന രീതിയിലേക്ക് പടയപ്പ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്ന്.